ബൈബിൾ പഠന പാരായണ പരമ്പരയുടെ 56-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വായിക്കാനുള്ള ഭാഗത്തിൽ ആദ്യ ഭാഗം സംഖ്യയുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിലാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് ശുദ്ധി വരുത്തുന്നതിനെ കുറിച്ചാണ്. എന്തെല്ലാം ചെയ്താലാണ് ഇസ്രായേൽ ജനം അശുദ്ധമാക്കുക എന്നുള്ള റെസ്ട്രിക്ഷൻസ്, നിബന്ധനകളും നിയമങ്ങളും മോശയ്ക്ക് ദൈവമായ കർത്താവ് കൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് പറയുന്ന പ്രകാരമാണ് മൃതദേഹത്തെ തൊട്ടവൻ അശുദ്ധമാകുന്നു, അതല്ലെങ്കിൽ വ്രതശുദ്ധിയുള്ള ചില കാര്യങ്ങളിലൂടെ പോകേണ്ട മനുഷ്യന്മാർ, പ്രത്യേകിച്ച് സ്ത്രീകൾ ചില പ്രത്യേക ജീവിതാവസ്ഥകളിൽ മാസമുറയോടെ കടന്നു പോകുമ്പോൾ അവർ അശുദ്ധമാകുന്നു. അപ്പം അങ്ങനെയുള്ള അല്ലെങ്കിൽ കുഷ്ഠരോഗി സ്പർശിച്ചവൻ അശുദ്ധമാകുന്നു. അപ്പം അങ്ങനെയുള്ള ചില അശുദ്ധമാകുന്ന ചില സാഹചര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത് മാത്രമല്ല, ഇതിനെയൊക്കെ ഇപ്പം മൃതദേഹത്തെ സ്പർശിച്ചവൻ, അല്ലെങ്കിൽ കുഷ്ഠരോഗിയെ സ്പർശിച്ചവൻ, അല്ലെങ്കിൽ ഈ പ്രത്യേക കാലഘട്ടത്തിൽ സ്ത്രീയെ സ്പർശിച്ചവൻ, അങ്ങനെയുള്ളവർ പോലും അശുദ്ധമാകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗത്ത് പറയുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് നഷ്ടപരിഹാരത്തെക്കുറിച്ചാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഒരു മനുഷ്യൻ സാമ്പത്തികമായി മറ്റൊരാൾക്ക് നഷ്ടമുണ്ടാക്കുകയാണെങ്കിൽ അതെങ്ങനെ പരിഹാരം ചെയ്യണം പറയുന്നത് ഇങ്ങനെയാണ്. അത് മുഴുവനും തിരിച്ചു കൊടുക്കണം, പ്ലസ് 5-1 കൂടി അവന് നഷ്ടപ്പെട്ടവന് തിരിച്ചു കൊടുത്തിട്ട് വേണം നഷ്ടപരിഹാരം ചെയ്യാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഈ സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടപരിഹാരത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. മൂന്നാമത്തത് സ്ത്രീയെ സംശയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില നിയമങ്ങളാണ്. അത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പുരുഷനാലല്ലാതെ ഭർത്താവിനാലല്ലാതെ മറ്റൊരു പുരുഷനുമായിട്ട് സ്ത്രീ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അഥവാ അങ്ങനെ ഒരു സ്ത്രീക്ക് ബന്ധമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട എക്സ്പ്ലനേഷനാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമാണ്. അങ്ങനെ പിടിക്കപ്പെടുന്ന ഒരു സ്ത്രീയെ ശിരോവസ്ത്രം മാറ്റിക്കൊണ്ട് കർത്താവിൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ പുരോഹിതൻ നിർത്തണമെന്നും, ഒപ്പം തന്നെ അവളുടെ കയ്യിൽ ഒരു ശാപത്തിൻ്റേതായ കയ്പ് നീര് കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് കുടിക്കാനായിട്ട് അവളുടെ അടുത്ത് പറയുന്നു. കുടിക്കുന്നതിനേക്കാൾ മുമ്പ് അവൾ സത്യം ചെയ്യണം, ഞാൻ ഈ പറയുന്ന ആരോപണം ചെയ്തിട്ടില്ല എന്ന്, അല്ലെങ്കിൽ പുരുഷനുമായിട്ട് ശയിച്ചിട്ടില്ല എന്നുള്ള ആരോപണം അവൾ ചെയ്തിട്ടില്ല എന്ന് ഏറ്റു പറയണം. അവൾ പറഞ്ഞത് നുണയാണെങ്കിൽ ഈ കയ്പ് നീര് കുടിച്ചു കഴിയുമ്പോൾ അവളുടെ അര ശോഷിച്ചു പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല അവർ മഹോദര രോഗം അവൾക്ക് പിടിപെടുന്നു. അതല്ല, അവൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ കയ്പ് നീര് അവൾക്ക് യാതൊരു ഉപദ്രവവും വരുത്തില്ല, ശാപത്തിൻ്റെ കയ്പ് നീര് എന്നൊക്കെയാണ് പറയണത്, അത് വരുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പുരോഹിതനാണ് അത് നിശ്ചയിക്കേണ്ടത്. അത് കർത്താവിന് ബലിപീഠത്തിൽ നിർത്തിക്കൊണ്ട് വേണം ഒരു സ്ത്രീനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ സംശയത്തെ, അല്ലെങ്കിൽ ഭാര്യയോടുള്ള സംശയത്തെ വളരെ ഗൗരവമായിട്ട് കണക്കാക്കുകയും, അല്ലെങ്കിൽ സ്ത്രീയെ കുറേയും കൂടി പരിശുദ്ധമായിട്ട് ഭർത്താവിന് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിബന്ധനകളും നിയമങ്ങൾ മോശയ്ക്ക് കൊടുത്തത്. അപ്പോൾ ഇതാണ് സംഖ്യയുടെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ. നിയമാവർത്തന പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിനും ഏറെക്കുറെ ഇതിനോട് സമാനമാണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല. നിയമാവർത്തന പുസ്തകത്തിൻ്റെ പ്രത്യേകത അത് നിയമങ്ങൾ ആവർത്തിക്കുന്ന പുസ്തകമാണ്. അതാണ് ഈ നിയമാവർത്തന പുസ്തകം എന്ന് പേര് വരാൻ കാണുന്നത്. അപ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകൾ വീണ്ടും ആവർത്തിക്കുന്ന ഭാഗമാണ്. എണ്ണി ആ 10 കൽപ്പനകൾ വീണ്ടും പറയുന്ന ഒരു അധ്യായമാണ് നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം. എന്നിട്ട് പറയുന്നത് ഇത് മോശ വഴിയാണ്, കൽപ്പനകൾ മോശ വഴി എന്നാണ് പറയുന്നത്. കാരണം മലയെ സമീപിക്കാനായിട്ട് ഇസ്രായേൽ ജനം മടിക്കുകയും പേടിച്ച് നിൽക്കുകയും, മല അഗ്നിയാൽ നിറയുകയും അല്ലെങ്കിൽ മേഘത്തിൻ്റെ ഗർജനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനം തന്നെ പറയുന്നത് മോശ മലയിലേക്ക് പോയാൽ മതി, മോശ ദൈവമായിട്ട് സംസാരിച്ചാൽ മതി. ഈ പെർട്ടിക്കുലർ ഭാഗം നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കണ്ടത് തന്നെയാണ് ഏറെക്കുറെ. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുന്ന, വേറെ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നിയമാവർത്തന പുസ്തകം. അതിൽ ഏറ്റവും അവസാനത്തെ സെൻറ്റൻസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 33-ാം വാക്യം. അതിൽ ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ ജീവിച്ചിരിക്കാനും ഒപ്പം നിങ്ങൾക്ക് നന്മ വരാനും ഞാൻ നൽകുന്ന നാട്ടിൽ നിങ്ങൾ ദീർഘകാലം വസിക്കാനും നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കണം. അത് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. ഈ ലേവ്യരുടെ പുസ്തകത്തിൻ്റെ ഒരു നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ പറഞ്ഞതാണ്. അതായത് ഇസ്രായേൽ ജനത്തിന് നന്മ വരാൻ, അവർ ജീവിക്കാൻ, ദീർഘകാലം അവർക്ക് നൽകപ്പെടാൻ പോകുന്ന കാനാൻ ദേശത്ത് വസിക്കാനായിട്ട് എൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും കൃത്യമായിട്ട് പാലിക്കണം. അപ്പോൾ ഈ 2 പുസ്തകത്തിലും, സംഖ്യയുടെ പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലും ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ജനറൽ ലോ ആയിട്ടുള്ള ഡെക്കലോഗ് എന്നൊക്കെ പറയുന്ന 10 കൽപ്പനകൾ കൃത്യമായിട്ട് പാലിക്കണം. ഒപ്പം തന്നെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങളും കൃത്യമായിട്ട് ഇസ്രായേൽക്കാർ പാലിക്കാനായിട്ട് ബാധ്യസ്ഥരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. സങ്കീർത്തനം 90-ാമത്തെ അധ്യായമാണ് 3-ാമത്തെ വായന. അതിൻ്റെ ഹെഡിങ് തന്നെയാണ് അതിൻ്റെ കണ്ടൻറ്റും. ഹെഡിങ്ങിന് പ്രകാരമാണ് പറയുന്നത്: അനശ്വരനായ ദൈവവും നശ്വരനായ മനുഷ്യനും. അത് ദൈവത്തിൻ്റെ അനശ്വരതയെ
ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന സെൻറ്റൻസുകളാണ് തുടക്കം. അത് മോശയുടെ കീർത്തനം എന്നൊക്കെയാണ് പറഞ്ഞ് ആരംഭിക്കുന്നത് തന്നെ. ദൈവം അനാദിയാണ്, അനന്തനാണ് എന്നൊക്കെ പറയുന്നു. അതല്ലെങ്കിൽ ആദ്യവും അന്ത്യവും ഇല്ലാത്ത രീതിയിലുള്ള അവനാണ് എന്നോട് ഇത് പറയുന്നു. അതേസമയം മനുഷ്യൻ്റെ ജീവനാകട്ടെ, ജീവിത കാലഘട്ടമാകട്ടെ പരിമിതമാണ് എന്നാണ് പറയുന്നത്. അതിന് പറഞ്ഞ പ്രകാരമാണ് അവൻ്റെ ആയുസ് 70 ഏറിയാൽ 80 എന്നൊക്കെയാണ് സങ്കീർത്തന പുസ്തകം 90-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ലേഖനകർത്താവ്. അത് ഉദ്ദേശിക്കുന്ന പ്രകാരമാണ് മനുഷ്യൻ നിസാരനും ക്ഷണികനും, ഒരു പുൽക്കടി പോലെയാണ് അവനിങ്ങനെ പുഷ്പിച്ച് വളർന്നു പോലും വെയിലേറ്റ് വാടിപ്പോകുന്നു എന്നൊക്കെ പറയുന്ന പോലെ അത്ര നിസാരനാണ് മനുഷ്യനെന്ന് ഓർമ്മിപ്പിക്കുന്ന വരികളാണ് ഈ പറയുന്ന സങ്കീർത്തന പുസ്തകം 90-ാം അധ്യായത്തിൽ. അപ്പോൾ ദൈവത്തിൻ്റെ അനന്തതയും അല്ലെങ്കിൽ അനശ്വരതയും മനുഷ്യൻ്റെ നശ്വരതയുമാണ് അതിൽ പ്രധാനപ്പെട്ട ഫോക്കസ്. നമുക്ക് ബൈബിൾ വായിക്കാം, പഠിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അധ്യായം 5. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, കുഷ്ഠരോഗികളെയും സ്രാവമുള്ളവരെയും മൃതശരീരം തൊട്ട് അശുദ്ധരായവരെയും പാളയത്തിൽ നിന്ന് പുറത്താക്കാൻ ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക. ഞാൻ വസിക്കുന്ന പാളയം അശുദ്ധമാകാതിരിക്കാൻ നീ അവരെ സ്ത്രീയായാലും പുരുഷനായാലും പുറത്താക്കണം. ഇസ്രായേൽ ജനം അങ്ങനെ ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ തങ്ങളുടെ പാളയത്തിൽ നിന്ന് പുറത്താക്കി. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായ ഏതെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ തന്റെ തെറ്റ് ഏറ്റുപറയണം. മുഴുവൻ മുതലും അതിന്റെ 5-1 കൂടി താൻ ദ്രോഹിച്ച വ്യക്തിക്ക് തിരിച്ചുകൊടുത്ത് അവൻ പൂർണ്ണ നഷ്ടപരിഹാരം ചെയ്യണം. നഷ്ടപരിഹാരം സ്വീകരിക്കാൻ ബന്ധുക്കൾ ആരുമില്ലെങ്കിൽ അത് കർത്താവിന് സമർപ്പിക്കണം. അത് പുരോഹിതനുള്ളതായിരിക്കും. അവനുവേണ്ടി പാപപരിഹാര ബലിയർപ്പിക്കാനുള്ള മുട്ടാടിന് പുറമേയാണിത്. ഇസ്രായേൽ ജനം പുരോഹിതന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന സമർപ്പിത വസ്തുക്കളെല്ലാം അവനുള്ളതായിരിക്കും. ജനം കൊണ്ടുവരുന്ന വിശുദ്ധ വസ്തുക്കൾ അവനുള്ളതായിരിക്കും. പുരോഹിതനെ ഏൽപ്പിക്കുന്നതെന്തും അവനുള്ളതാണ്. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഒരാളുടെ ഭാര്യ വഴിപിടച്ച് അവിശ്വസ്തയായി പ്രവർത്തിക്കുകയും അന്യപുരുഷൻ അവളോടൊത്ത് ശയിക്കുകയും അത് ഭർത്താവിന്റെ ദൃഷ്ടിയിൽ പെടാതിരിക്കുകയും അവൾ അശുദ്ധയെങ്കിലും പ്രവൃത്തി മധ്യേ പിടിക്കപ്പെടാത്തതിനാൽ എതിർസാക്ഷിയില്ലാതിരിക്കുകയും ചെയ്തെന്നു വരാം. ഭർത്താവിന് അസൂയ ജനിച്ച് അശുദ്ധയായ ഭാര്യയെ സംശയിക്കുകയോ അശുദ്ധയല്ലെങ്കിലും അസൂയ പൂണ്ട് സംശയിക്കുകയോ ചെയ്തെന്നു വരാം. അപ്പോൾ ഭർത്താവ് ഭാര്യയെ പുരോഹിതന്റെ മുൻപിൽ ഹാജരാക്കണം. അവൾക്ക് വേണ്ടി കാഴ്ചയായി 10 ഏഫാ ബാർലിമാവും കൊണ്ടുവരണം. അതിന്മേൽ എണ്ണ ഒഴിക്കുകയോ കുന്തുരുക്കമിടുകയോ അരുത്. കാരണം അത് സംശയ നിവാരണത്തിനുള്ള ധാന്യബലിയാണ്, സത്യം വെളിപ്പെടുത്തുന്നതിനുള്ള ധാന്യബലി. പുരോഹിതൻ അവളെ കർത്താവിന്റെ സന്നിധിയിൽ നിർത്തണം. ഒരു മൺപാത്രത്തിൽ വിശുദ്ധ ജലമെടുത്ത് കൂടാരത്തിന്റെ തറയിൽ നിന്ന് കുറച്ച് പൊടി അതിലിടണം. പുരോഹിതൻ ആ സ്ത്രീയെ കർത്താവിന്റെ സന്നിധിയിൽ നിർത്തി അവളുടെ ശിരോവസ്ത്രം മാറ്റിയതിനു ശേഷം പാപത്തെ ഓർമ്മിപ്പിക്കുന്ന വ്യഭിചാര ശങ്കയുടെ ധാന്യബലിക്കുള്ള വസ്തുക്കൾ അവളുടെ കയ്യിൽ വയ്ക്കണം. ശാപം വരുത്തുന്ന കൈപ്പുനീര് പുരോഹിതൻ കയ്യിൽ വഹിക്കണം. അനന്തരം അവളെക്കൊണ്ട് സത്യം ചെയ്യിക്കാൻ ഇങ്ങനെ പറയണം: ഭർത്താവിന് അധീനയായിരിക്കെ അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിച്ച് നീ അശുദ്ധയായിട്ടില്ലെങ്കിൽ ശാപം വരുത്തുന്ന ഈ കൈപ്പുനീര് നിനക്ക് ദോഷം ചെയ്യാതിരിക്കട്ടെ. എന്നാൽ നീ ഭർത്താവിന്റെ കീഴിലായിരിക്കെ ദുശ്ചരിതയായി നിന്നെ തന്നെ അശുദ്ധയാക്കുകയും അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്റെ അരശോഷിപ്പിച്ച് മഹോദരം വരുത്തി നിന്നെ ജനങ്ങളുടെ ഇടയിൽ മലിനവസ്തുവും ശാപജ്ഞാപകവും ആക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞ് അവളെക്കൊണ്ട് ശാപസത്യം ചെയ്യിക്കണം. ശാപം വരുത്തുന്ന ഈ ജലം നിന്റെ കുടലുകളിൽ കടന്ന് മഹോദരം വരുത്തുകയും അരശോഷിപ്പിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ സ്ത്രീ ആമേൻ ആമേൻ എന്ന് പറയണം. പുരോഹിതൻ ഈ ശാപം ഒരു പുസ്തകത്തിൽ എഴുതി അത് കയ്പ് വെള്ളത്തിലേക്ക് കഴുകിക്കളയണം. ശാപം വമിക്കുന്ന ആ കയ്പിനീര് അവളെ കുടിപ്പിക്കണം. അതുള്ളിൽ കടന്ന് അവൾക്ക് കടുത്ത വേദന ഉളവാക്കും. പുരോഹിതൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വ്യഭിചാര ശങ്കയുടെ നൈവേദ്യം വാങ്ങി കർത്താവിന് നീരാജനമായി ബലിപീഠത്തിൽ സമർപ്പിക്കണം. അതിനുശേഷം പുരോഹിതൻ ധാന്യബലിയിൽ നിന്ന് സ്മരണാംശമായി ഒരു പിടിയെടുത്ത് ബലിപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കുകയും സ്ത്രീയെക്കൊണ്ട് കയ്പുനീർ കുടിപ്പിക്കുകയും വേണം. അവൾ അശുദ്ധയായി ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ആ ശാപജലം അവളിൽ കടന്ന് കടുത്ത വേദനയുളവാക്കുകയും മഹോദരം വന്ന് അരശോഷിച്ച് ജനങ്ങളുടെ ഇടയിൽ മലിനവസ്തുവായി തീരുകയും ചെയ്യും. എന്നാൽ
അശുദ്ധയാകാതെ നിർമ്മലയാണ് എങ്കിൽ അവൾക്ക് ശാപമേൽക്കുകയില്ല, വന്ധ്യത്വം ഉണ്ടാവുകയുമില്ല. പാതിവ്രത്യ ശങ്കയുണ്ടാകുമ്പോൾ അനുഷ്ഠിക്കേണ്ട വിധിയാണിത്. ഭർത്താവിന് അധീനയായിരിക്കെ ഭാര്യ വഴിപിഴച്ച് സ്വയം അശുദ്ധയാകുകയോ ഭർത്താവ് ശങ്കാധീനനായി ഭാര്യയുടെ വിശ്വസ്തതയിൽ സംശയിക്കുകയോ ചെയ്താൽ അവൻ ഭാര്യയെ കർത്താവിന്റെ മുമ്പിൽ ഹാജരാക്കുകയും പുരോഹിതൻ ഈ വിധികൾ അനുഷ്ഠിക്കുകയും വേണം. പുരുഷൻ അകൃത്യത്തിൽ നിന്ന് വിമുക്തനായിരിക്കും, സ്ത്രീ തന്റെ അകൃത്യത്തിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യും. അധ്യായം 5. മോശ ഇസ്രായേൽക്കാരെയെല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞു, ഇസ്രായേലേ, കേട്ടാലും നിങ്ങളോട് ഞാൻ ഇന്ന് പറയുന്ന ചട്ടങ്ങളും നിയമങ്ങളും പഠിക്കുകയും അനുഷ്ഠിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് ഹോറബിൽ വെച്ച് നമ്മോടൊരു ഉടമ്പടി ചെയ്തു. നമ്മുടെ പിതാക്കന്മാരോടല്ല, നമ്മോടാണ് കർത്താവ് ഉടമ്പടി ചെയ്തത്, ഇന്നിവിടെ ജീവനോടെ ഇരിക്കുന്ന നമ്മോട്. മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് അഭിമുഖമായി സംസാരിച്ചു. ഞാനപ്പോൾ കർത്താവിൻ്റെയും നിങ്ങളുടെയും മധ്യേ അവിടുത്തെ വാക്കുകൾ നിങ്ങളെ അറിയിക്കാൻ നിൽക്കുകയായിരുന്നു. എന്തെന്നാൽ അഗ്നി നിമിത്തം നിങ്ങൾ ഭയപ്പെട്ട് മലയിലേക്ക് കയറിപ്പോയില്ല. അവിടുന്ന് പറഞ്ഞു, അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നിനക്കായി ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലെ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്. നീ അവയെ കുമ്പിട്ട് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ എന്നെ വെറുക്കുന്നവരുടെ 3ഉം 4ഉം തലമുറകൾ വരെയുള്ള മക്കളെ അവരുടെ പിതാക്കന്മാരുടെ തിന്മ മൂലം ശിക്ഷിക്കുന്ന അസഹിഷ്ണുവായ ദൈവമാണ്. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കാരുണ്യം കാണിക്കും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. തൻ്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിട്ടയക്കുകയില്ല. നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ സാബത്ത് ആചരിക്കുക, വിശുദ്ധമായി കൊണ്ടാടുക. 6 ദിവസം അധ്വാനിക്കുകയും എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തുകൊള്ളുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് ഒരു ജോലിയും ചെയ്യരുത്. നീയും നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മൃഗങ്ങളിൽ ഏതെങ്കിലുമോ നിന്റെ പട്ടണത്തിലുള്ള പരദേശിയോ ഒരു ജോലിയും ചെയ്യരുത്. നിന്നെപ്പോലെ തന്നെ നിന്റെ ദാസനും ദാസിയും വിശ്രമിക്കട്ടെ. നീ ഈജിപ്തിൽ ദാസനായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ കരുത്തുറ്റ കരം നീട്ടി അവിടെ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നുവെന്നും ഓർമ്മിക്കുക. അതുകൊണ്ട് സാബത്ത് ദിനം ആചരിക്കാൻ അവിടുന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നീ കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, നീ മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരായി നീ കള്ളസാക്ഷ്യം നൽകരുത്, നിന്റെ അയൽക്കാരൻ്റെ ഭാര്യയെ നീ മോഹിക്കരുത്. അവൻ്റെ ഭവനത്തെയോ വയലിനെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ നീ ആഗ്രഹിക്കരുത്. ഈ വചനങ്ങൾ കർത്താവ് മലയിൽ അഗ്നിയുടെയും മേഘത്തിൻ്റെയും കനത്ത അന്ധകാരത്തിൻ്റെയും മധ്യേ നിന്നുകൊണ്ട് അത്യുച്ചത്തിൽ നിങ്ങളുടെ സമൂഹം മുഴുവനോടുമായി അരുളി ചെയ്തു. അവിടുന്ന് ഇതിൽ കൂടുതൽ ഒന്നും പറഞ്ഞില്ല. അവിടുന്ന് 2 കൽപ്പലകകളിൽ ഇവയെല്ലാം എഴുതി എന്നെ ഏൽപ്പിച്ചു. പർവ്വതം കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കെ അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ നിന്ന് സ്വരം കേട്ട് നിങ്ങൾ എല്ലാ ഗോത്രത്തലവന്മാരും ശ്രേഷ്ഠന്മാരും എൻ്റെ അടുക്കൽ വന്നു. നിങ്ങൾ പറഞ്ഞു, ഇതാ, ദൈവമായ കർത്താവ് തൻ്റെ പ്രതാപവും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നു. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ സ്വരവും ഞങ്ങൾ കേട്ടു. ദൈവം മനുഷ്യനോട് സംസാരിച്ചിട്ടും അവൻ ജീവനോടുകൂടി തന്നെ ഇരിക്കുന്നത്
ഇന്ന് ഞങ്ങൾ കണ്ടു. ആകയാൽ ഞങ്ങൾ എന്തിനു മരിക്കണം? എന്തെന്നാൽ ഈ വലിയ അഗ്നി ഞങ്ങളെ വിഴുങ്ങും. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ഇനിയും ശ്രവിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. എന്തെന്നാൽ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടും ജീവിച്ചിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള മർത്യർ വേറെ ആരുള്ളൂ? നീ അടുത്തുപോയി നമ്മുടെ ദൈവമായ കർത്താവ് പറയുന്നതെല്ലാം കേൾക്കുക. അവിടുന്ന് നിന്നോട് പറയുന്നതെല്ലാം ഞങ്ങളോട് വന്ന് പറയുക. ഞങ്ങൾ അവയെല്ലാം കേട്ടനുസരിച്ചു കൊള്ളാം. നിങ്ങൾ എന്നോട് സംസാരിച്ചത് കേട്ടിട്ട് കർത്താവ് എന്നോട് അരുളി ചെയ്തു, നിന്നോട് ഈ ജനം പറഞ്ഞത് ഞാൻ കേട്ടു. അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു. എന്നും എന്നെ ഭയപ്പെടാനും എന്റെ കൽപ്പനകൾ പാലിക്കുന്നത് വഴി അവർക്കും അവരുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകാനുമായി ഇതുപോലെ സന്നദ്ധതയുള്ള ഒരു മനസ്സ് അവർക്കെന്നും ഉണ്ടായിരുന്നെങ്കിൽ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ അവരോട് പറയുക, നീ ഇവിടെ എന്റെ കൂടെ നിൽക്കുക. ഞാൻ അവകാശമായി നൽകുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ അനുഷ്ഠിക്കേണ്ട എല്ലാ നിയമങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും അവരെ പഠിപ്പിക്കാൻ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ആകയാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. നിങ്ങൾ ഇടം വലം വ്യതിചലിക്കരുത്. നിങ്ങൾ ജീവിച്ചിരിക്കാനും നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘനാൾ വസിക്കാനും വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ള മാർഗത്തിലൂടെ ചരിക്കണം. ഹൃദയം ജ്ഞാനപൂർണമാകാനുള്ള കുറുക്കുവഴി ചൂണ്ടിക്കാണിച്ചു തരുന്നു 90-ാം സങ്കീർത്തനം. ജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ചുള്ള ബോധ്യം നിത്യതയെ താലോലിക്കാൻ നമ്മെ പ്രാപ്തരാക്കട്ടെ. കർത്താവേ, അങ്ങു തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. പർവ്വതങ്ങൾക്കു രൂപം നൽകുന്നതിനു മുമ്പ് ഭൂമിയും ലോകവും അങ്ങു നിർമ്മിക്കുന്നതിനു മുമ്പ് അനാദി മുതൽ അനന്തത വരെ അവിടുന്നു ദൈവമാണ്. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്കു മടക്കി അയക്കുന്നു. മനുഷ്യമക്കളെ തിരിച്ചു പോകുവിൻ എന്നങ്ങു പറയുന്നു. 1000 വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞു പോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ്.
തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു. പ്രഭാതത്തിൽ മുള നീട്ടുന്ന പുല്ലുപോലെയാണവൻ. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. പ്രഭാതത്തിൽ അത് തഴച്ചു വളരുന്നു. സായാഹ്നത്തിൽ അത് വാടിക്കരിയുന്നു. അങ്ങയുടെ കോപത്താൽ ഞങ്ങൾ ക്ഷയിക്കുന്നു. അങ്ങയുടെ ക്രോധത്താൽ ഞങ്ങൾ പരിഭ്രാന്തരാകുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുൻപിലുണ്ട്. ഞങ്ങളുടെ രഹസ്യപാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. ഞങ്ങളുടെ ദിനങ്ങളങ്ങയുടെ ക്രോധത്തിൻ്റെ നിഴലിൽ കടന്നു പോകുന്നു. ഞങ്ങളുടെ വർഷങ്ങൾ ഒരു നെടുവീർപ്പു പോലെ അവസാനിക്കുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്. ഏറിയാൽ 80, എന്നിട്ടും അക്കാലമത്രയും അധ്വാനവും ദുരിതവുമാണ്. അവ പെട്ടെന്നു തീർന്നു ഞങ്ങൾ കടന്നു പോകും.
കോപത്തിൻ്റെ ഉഗ്രതയും ക്രോധത്തിൻ്റെ ഭീകരതയും ആരറിഞ്ഞിട്ടുണ്ട്? ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങളെണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. കർത്താവേ, മടങ്ങി വരണമേ. അങ്ങ് എത്ര നാൾ വൈകും? അങ്ങയുടെ ദാസരോട് അലിവ് തോന്നണമേ. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. 「അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചിടത്തോളം ദിവസങ്ങളും ഞങ്ങൾ ദുരിതമനുഭവിച്ചിടത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു.
ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലമണിയിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായി